ഹലോ എവ്രിവൺ, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് ചില ആളുകൾ റിലേഷൻഷിപ്പിൽ ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം എന്താണെന്നറിയോ? ബ്രേക്കപ്പ് ആവും, പിന്നെ വീണ്ടും പാച്ചപ്പ് ചെയ്യും, പിന്നെ അതേ കാരണം കൊണ്ട് തന്നെ വീണ്ടും ബ്രേക്കപ്പ് ആവും. ഇങ്ങനെ ബ്രേക്കപ്പ് പാച്ചപ്പ് ഈ ഒരു കാര്യം റിപ്പീറ്റ് ആയിട്ട് നടക്കുന്ന ആളുകളുണ്ട്. നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു ബ്രേക്കപ്പ് സംഭവിച്ച് അത് പാച്ചപ്പ് ആയി, എഗെയിൻ ഇങ്ങനെയുള്ള ബ്രേക്കപ്സ് ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. നോക്കാം. ഒന്നാമത്തെ കാര്യം, നിങ്ങൾ പരസ്പരം എന്തുകൊണ്ടാണ് ബ്രേക്കപ്പ് ആയത്, അതിന്റെ റീസൺ എന്താണെന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങൾ തമ്മിൽ ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കണം. ചിലപ്പോൾ പറയും കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലം ആണ് എന്നുള്ളത്. അത് പോരാ. എന്താണ് ആക്ച്വലി ഇഷ്യൂ? ഈ കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലം ആണ് എന്ന് പറയുന്ന സമയത്ത് തന്നെ അതിൽ കുറേ കാര്യങ്ങൾ ഉണ്ടായിരിക്കും. എന്നെ മനസ്സിലാക്കുന്നില്ല എന്നോ, അല്ലെങ്കിൽ എന്നോടൊന്നും ഓപ്പണായിട്ട് സംസാരിക്കില്ല എന്നോ, അല്ലെങ്കിൽ ഞാൻ പറയുന്ന സമയത്ത് എന്നെ മിണ്ടാതിരിപ്പിക്കുന്ന രീതിയിലാണ് അവർ സംസാരിക്കുന്നത്, അല്ലെങ്കിൽ എന്നെ ഒന്നും പറയാൻ അനുവദിക്കുന്നില്ല എന്നോ, അല്ലെങ്കിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കുന്നില്ല എന്നോ, ഇങ്ങനെ കുറേ കാര്യങ്ങളായിരിക്കും, ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും. സോ നിങ്ങൾ ആക്ച്വലി ഫേസ് ചെയ്യുന്ന പ്രോബ്ലം എന്താണ്? ഇനി ഇതുകൂടാതെ ജലസി ആണോ, അല്ലെങ്കിൽ ലാക്ക് ഓഫ് എഫേർട്ട്, ഒട്ടും എഫേർട്ട് എടുക്കുന്നില്ല എന്നുള്ളതാണോ, അതോ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണോ? ഇങ്ങനെ എന്താണ് ആക്ച്വലി നിങ്ങൾ ആ റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആവുന്നതിന് വേണ്ടിയിട്ടുള്ള റീസൺ, അല്ലെങ്കിൽ അങ്ങനെ ആവാനുള്ള റീസൺ എന്താണെന്നുള്ളത് നിങ്ങൾ പരസ്പരം സംസാരിക്കുക. ആ ഒരു പ്രോബ്ലം നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യുന്നതിന് പകരം വീണ്ടും അത് സൈലന്റ് ആയി എന്തെങ്കിലും ആവട്ടെ എന്ന രീതിയിൽ വീണ്ടും പാച്ചപ്പ് ചെയ്ത് കഴിഞ്ഞാലാണ് പലപ്പോഴും വീണ്ടും ബ്രേക്കപ്പ് സംഭവിക്കുന്നത്. സോ എന്താണ് ആക്ച്വലി റീസൺ? ഇങ്ങനെ ബ്രേക്കപ്പ് ആവുന്നതിന്റെ യഥാർത്ഥ റീസൺ എന്തായിരുന്നു? ലാസ്റ്റ് ബ്രേക്കപ്പ് ആയ സമയത്ത് എന്താണ് സംഭവിച്ചത്, അതിന്റെ റീസൺ എന്തായിരുന്നു? ഇങ്ങനെ നിങ്ങൾ ക്ലിയർ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, അത് ഫൈൻഡ് ചെയ്യുക. ഇനി രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, എന്താണ് പ്രോബ്ലം എന്നുള്ളത് നിങ്ങൾ ഓൾറെഡി മനസ്സിലാക്കി. ഇനി അത് ഫിക്സ് ചെയ്യുക എന്നുള്ളതാണ്. അത് മാറ്റാം അല്ലെങ്കിൽ ചേഞ്ച് ചെയ്യാം, അല്ലെങ്കിൽ അത് മാറും എന്ന് പറഞ്ഞ് മുന്നോട്ട് പോയിട്ട് കാര്യമില്ല. തീർച്ചയായിട്ടും അവിടെ ആക്ഷൻ വേണം. നമ്മുടെ ഒരു കാര്യത്തിൽ പ്രോബ്ലം ഉണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ബിഹേവിയറിൽ, അല്ലെങ്കിൽ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ റിലേഷൻഷിപ്പിനെ ഫെയിലിയറിലേക്ക് നയിക്കുന്ന ഒരു കാര്യം ഉണ്ടെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് മാറ്റണം. ആക്ച്വലി അത് മാറ്റാം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അവിടെ ആക്ഷൻ വരുമ്പോൾ മാത്രമാണ് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്കാണെങ്കിലും ട്രസ്റ്റ് ചെയ്യാൻ സാധിക്കുക. റിലേഷൻഷിപ്പ് പിന്നീട് ബ്രേക്കപ്പ് ഇല്ലാതെ കൊണ്ടുപോകാനും നമുക്ക് സാധിക്കും. ഒരു ചെറിയ ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു ഡിസഗ്രിമെന്റ് അല്ലെങ്കിൽ ഒരു വഴക്കൊക്കെ വരുന്ന സമയത്ത് അത് കുറച്ച് കാമായിട്ട് നിങ്ങൾക്ക് ഡീൽ ചെയ്യാൻ പറ്റുന്നില്ല എന്നാണ് നിങ്ങളുടെ പ്രോബ്ലം എന്നുണ്ടെങ്കിൽ അതാണ് നിങ്ങളുടെ പ്രോബ്ലം എന്ന് മനസ്സിലാക്കി ആൻഡ് അത് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ഭാഗത്തുനിന്ന് നിങ്ങൾ ചെയ്യുക. ഇനി ഇതായിരിക്കണം പ്രോബ്ലം എന്നില്ല, ഓരോ ആളുകൾ ഓരോ പ്രോബ്ലം ആണല്ലോ ഫേസ് ചെയ്യുക. അപ്പൊ നിങ്ങളുടെ റിലേഷൻഷിപ്പിലെ പ്രോബ്ലം എന്താണെന്നുള്ളത് മനസ്സിലാക്കുക ആൻഡ് അതിന് വേണ്ടിയിട്ടുള്ള ആക്ഷൻസ് എടുക്കുക. ചിലപ്പോൾ നിങ്ങളെ പല ബുക്സിനും ഹെൽപ്പ് ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരിക്കാം, ചില ഹാബിറ്റ്സ് തുടങ്ങുന്നതായിരിക്കാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്കില്ല് ഡെവലപ്പ് ചെയ്യുന്നതായിരിക്കാം, തെറാപ്പി ആയിരിക്കാം, ഗൈഡൻസ് ആയിരിക്കാം. ഇങ്ങനെ പല രീതിയിൽ ഓരോ ആളുകൾക്ക് അവരവരുടേതായിട്ടുള്ള കംഫർട്ട് സോണുകൾ ഉണ്ടായിരിക്കും. അപ്പൊ ആ രീതിയിലുള്ള ആക്ഷൻ നിങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇനി നിങ്ങളുടെ റിലേഷൻഷിപ്പിലെ ഏതെങ്കിലും രീതിയിലുള്ള ഇഷ്യൂസ് നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഗൈഡൻസ് വേണം, സപ്പോർട്ട് വേണം, ആ ഇഷ്യൂ സോൾവ് ചെയ്യണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഞങ്ങളുടെ ടീം നിങ്ങളെ തീർച്ചയായിട്ടും ഹെൽപ്പ് ചെയ്യും. നിങ്ങളുടെ ഇഷ്യൂ എന്താണെന്നുള്ളത് ക്ലിയർ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. സോ ആവശ്യമുള്ള ആളുകൾ കോൺടാക്ട് ചെയ്യാം. ഇനി മൂന്നാമത്തെ ഒരു കാര്യം ആൻഡ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ന്യൂ റിലേഷൻഷിപ്പ് ബട്ട് സെയിം പേഴ്സൺ. നിങ്ങൾ എവിടെയാണോ നിർത്തിയത്, അല്ലെങ്കിൽ എന്ത് പ്രോബ്ലത്തിലാണോ നിർത്തിയത്, ഇതേ കാര്യം തന്നെയാണ് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതേ കാര്യങ്ങൾ തന്നെയാണ് വീണ്ടും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ വീണ്ടും ബ്രേക്കപ്പ് വന്നുകൊണ്ടേയിരിക്കും. അതൊരു ഓൾഡ് വേർഷൻ ആയിരുന്നു, അതിനി വേണ്ട എന്നുള്ളത് മനസ്സിലാക്കുക. നിങ്ങളുടെ ഒരു പുതിയ വേർഷൻ, ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചേഞ്ച് ചെയ്തുകൊണ്ട് ഒരു ന്യൂ റിലേഷൻഷിപ്പ് ബട്ട് സെയിം പേഴ്സൺ, ആ ഒരു രീതിയിൽ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. കറക്റ്റായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. പല ആളുകളും എന്ത് ചെയ്യും, എല്ലാം ഓക്കെ ആവട്ടെ, അല്ലെങ്കിൽ പാച്ചപ്പ് സംഭവിച്ചല്ലേ ഇനി പ്രശ്നങ്ങളൊന്നും വേണ്ടല്ലോ എന്ന് കരുതി അൺകംഫർട്ടബിൾ ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ പോലും അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതെ ഇങ്ങനെ ക്ഷമിച്ച് സ്റ്റോർ ചെയ്ത് പോകുന്ന ആളുകൾ ഉണ്ടായിരിക്കും. പക്ഷെ ഒരു പോയിന്റ് എത്തുന്ന സമയത്ത് എല്ലാം കൂടി അങ്ങ് പൊട്ടിത്തെറിച്ച് സംസാരിക്കുന്നുണ്ടായിരിക്കും. അതെല്ലാം റിലേഷൻഷിപ്പിനെ നെഗറ്റീവായിട്ട് ഇമ്പാക്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. സോ നിങ്ങൾ എപ്പോഴും നിങ്ങൾക്ക് ആ റിലേഷൻഷിപ്പ് ഇമ്പോർട്ടന്റ് ആണെന്നുണ്ടെങ്കിൽ കംഫർട്ടബിൾ ആകുന്ന ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. സോ റിലേഷൻഷിപ്പ് ഇടയ്ക്കിടയ്ക്ക് ബ്രേക്കപ്പ് ആവാതെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യാൻ മറക്കരുത്. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ മറ്റുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. എനിവേസ് നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.